ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, സാധാരണ ഒരു പെണ്ണിന്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ആർക്കും വരുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് അഹങ്കാരം. നമ്മൾ ആദ്യം ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച്, ഒറ്റയ്ക്ക് അതെല്ലാം മദ്യപിക്കത്തില്ലോ. ചിയേഴ്സ്. അടിപൊളി. ടച്ചിങ്സ് ഒന്നുമില്ല. രേണുസുതിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ചേച്ചി? ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച്, ഒറ്റയ്ക്ക് അതെല്ലാം മദ്യപിക്കത്തില്ലോ. ചിയേഴ്സ്. അടിപൊളി. ടച്ചിങ്സ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ? രേണുസുതിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ചേച്ചി? ബിഷപ്പാമ്പ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ തന്നെയാണ്. കാര്യം എന്നു വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയിൽ കുറച്ച് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അതും കൂടെ വെച്ചുകൊണ്ടാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് യാതൊരു വ്യക്തിവൈരാഗ്യമോ യാതൊന്നുമില്ല. ഇവരോട് എനിക്ക് ഇവർ കഷ്ടപ്പെട്ട് തന്നെയാണ് കയറി വന്നത്. അതിനോട് എനിക്ക് എന്നും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ ഞാനൊരു മോശക്കാരി നല്ല ആക്കുന്നത്. വായിൽ നിന്ന് വരുന്ന പല വാക്കുകളും പല സമയത്തും നമുക്ക് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിൽ നിന്ന് പോകുന്ന വാക്കും കയ്യിൽ നിന്ന് പോകുന്ന ആയുധവും നമുക്ക് തിരിച്ചൊരിക്കലും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും. ഇങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് പറയുവാണെങ്കിൽ ആരും ഒന്നും പറയാൻ വരികയില്ല. പക്ഷേങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നതിൽ എടുത്തിട്ട് മൊത്തം ഇവിടെ ഇതാക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇവർ എന്നെ പറഞ്ഞാലും കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, അതിനൊന്നും ഒരു പ്രശ്നം ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ, ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അതിനൊരു അഭിപ്രായം പറയാനിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നും കേൾക്കാതെ അറ്റവും മൂലം അല്ല ഇച്ചിരി കേട്ട് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പോകാതെ നിങ്ങളൊന്നെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക. പിന്നെ നെഗറ്റീവ് ഇട്ടാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് വീഡിയോ തുറക്കുമ്പോൾ ഒരു കാര്യം പറയാം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാതെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം തന്നെ രേണുവിൻ്റെ കാര്യം തന്നെയാണ്. രേണുവിൻ്റെ കാര്യം കുറച്ച് കേൾക്കാം. രേണു ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഇങ്ങനെ തുടങ്ങാം. ഇവള് അഹങ്കാരിയാണ്. അഹങ്കാരിയല്ല സുഹൃത്തുക്കളെ. നമ്മൾ ഈ അനുഭവം കേരളത്തില് ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, സാധാരണ ഒരു പെണ്ണിന്, വിധവയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ആർക്കും വരുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് അഹങ്കാരമല്ല. കാരണം എനിക്ക് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സംസാരിച്ചേ പറ്റത്തുള്ളൂ. അല്ലെ ഇവരെല്ലാം കൂടെ എന്റെ തലേ കയറി നിരങ്ങും. അപ്പൊ എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഇതൊരിക്കലും അഹങ്കാരത്തിന്റെ ധ്വനിയല്ല. അത് മനസ്സിലാക്കുക. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് മനസ്സിലാവും ഇത് അഹങ്കാരത്തിന്റെ ധ്വനിയല്ല, മറിച്ച് ഇത് ഒരു ധൈര്യത്തിന്റെ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കരുത്തിന്റെ ഒരു ശബ്ദമാണിത്, അല്ലാതെ അഹങ്കാരത്തിന്റെ ധ്വനിയല്ല. ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് രേണു പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഒരു വിധവ എന്ന് പറയുമ്പോൾ പല സൈഡിൽ നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പക്ഷേ രേണു ഇങ്ങനെയൊക്കെ ആകുന്നതിന് മുന്നേ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് രേണുവിന് എന്തെങ്കിലും ഒരു വിധവയായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞ് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ഒരു പ്രശ്നങ്ങളും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ നിമിഷം വരെ രേണുവിന് അങ്ങനെ ഒരു പ്രശ്നം ആരും ചെയ്തിട്ടില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര്, ആരും ഇല്ലെന്ന് പറയണ്ട, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും രേണു ഒരു തെറ്റ് പറഞ്ഞാൽ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആൾക്കാരുണ്ട്. ഒരു സാധാരണ വിധവ അനുഭവിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും രേണുവിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല, അത് തുടക്കം. പക്ഷേ ഇപ്പോൾ രേണുവിന് അതിനെല്ലാം ഒരുപാട് മാറ്റം വന്നു. രേണുവിൻ്റെ ജീവിതം ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. രേണുവിൻ്റെ ജീവിതം
ജീവിതം. പക്ഷെങ്കിൽ രേണു ഇപ്പോഴും ആ പഴയ വിധവാക്കാർഡും പറഞ്ഞുകൊണ്ടാണ് രേണു നടക്കുന്നത്. ഈ വിധവ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാൻ മേല, വിധവ എന്ന് പറഞ്ഞാൽ വീട്ടിൽ മൂലയ്ക്ക് കയറി ഒതുങ്ങിക്കൂടി ഇരിക്കുന്നവളെന്നല്ല ഞാൻ വിധവ എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു മറ്റുള്ളവരിലേക്ക് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ എന്നാണ് പറയുന്നത് എന്ന് ചോദിക്കണം, നമ്മുടെ ലൈഫിനെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളാണോ എന്നൊന്ന് ഓർക്കണം. ഓർത്തേച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് എടുത്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് വിധവകളുണ്ട്, കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നുണ്ട്, തൊഴിലുറപ്പിന് വരെ പോയി ജീവിക്കുന്നവരെ എനിക്കറിയാം. അവരുടെ ഭർത്താവ് മരിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി തൊഴിലുറപ്പിന് പോയി ജീവിക്കുന്നവരെ വരെ അറിയാം. അതുപോലെ കഴിക്കുന്ന അത്രയും കഷ്ടപ്പാടൊന്നും രേണുവിൻ്റെ ജീവിതത്തിൽ രേണു അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സുധി പോയതിന് ശേഷം രേണുവിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ രേണു സ്വയം ഒരു തൊഴിലിന് വേണ്ടി ഇറങ്ങി, അത് അവർ ചെയ്തതിന് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. കാര്യം ഒരിക്കലും നമുക്ക് ഒരാളെ ആശ്രയിച്ച് കുറേ കാലം ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് തരുന്നതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. ഒരു മനുഷ്യൻ നമ്മളെ തന്ന ആദ്യം തുടക്കം നമ്മളെ വിട്ടുപോകുന്ന സുധി ഇവർ വിട്ടുപോയ സമയത്ത് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ പുറത്ത് കുറേയൊക്കെ സഹായിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അത് അവർക്ക് ബുദ്ധിമുട്ടായി തോന്നും, ഇവർക്കും അതൊരു ഇതായി തോന്നും. അതുകൊണ്ട് രേണു ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ആ കുടുംബം ഇന്ന് രക്ഷപ്പെട്ടത്, ഇന്ന് പച്ച പിടിച്ചത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്നും രേണു ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കിടന്ന് 500 രൂപയ്ക്ക് വരെ തെണ്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ കിടന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതേ ഒരു സ്റ്റേജൊക്കെ രേണു പറയുന്ന കേൾക്കും, നമുക്കത് മനസ്സിലാകും. ആ ഒരു വിഷമമൊക്കെ അനുഭവിച്ചത് കേൾക്കുമ്പോഴത്തേക്ക് അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കാര്യം അവർക്കൊരു തൊഴിലില്ല, അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ. കാര്യം സുധി പ്രത്യേകിച്ച് ഒന്നും കരുതി വെച്ചല്ല. പിന്നെ കുറേ പേരൊക്കെ ആ സമയത്തൊക്കെ പറഞ്ഞു കലാഭമണിയുടെ ഭാര്യയും രേണുവിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കലും അവരെയും രേണുവിനെ വെച്ച് കമ്പയർ ആരും ചെയ്യാൻ പാടില്ല. അത് അന്നും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ കലാഭമണി ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത്, ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടാണ് പോയത്. അതിൻ്റെ ഭാര്യയ്ക്ക് ഒന്നിനും ഒരു കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങേണ്ട, സ്വന്തമായിട്ട് വീടുണ്ട്, സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്, അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള എല്ലാം ഉണ്ടാക്കിയിട്ടിട്ടാണ് പോയത്. പക്ഷേ രേണു അങ്ങനെയല്ല, വെറും പൂജ്യത്തിൽ നിൽക്കുന്ന സമയമാണ് ഇവർ. ആ സമയത്താണ് സുധി ഇവരെ വിട്ട് പോകുന്നത്. ഒന്നും മുന്നോട്ട് പോകാനോ ഒരു വട്ട പൂജ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് രേണുവിനെ വിട്ട് സുധി പോകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഇവരെയും കൂടെ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല, ഇപ്പോഴും പറ്റത്തില്ല. കാര്യം രേണു ഇപ്പോഴും ജോലിക്ക് പോയാലേ രേണുവിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ, അല്ലാതെ രേണുവിനാരും കൊടുക്കാനില്ല. അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വരുന്ന കുറച്ച് വാക്കുകൾ, അത് നമ്മൾ മറ്റുള്ളവർ മുന്നിൽ ഞാൻ വിധവയാണെന്നും ഞാൻ വീട്ടമ്മയാണെന്നും പറഞ്ഞു വെച്ച് വീണ്ടും കോമാളിത്തരങ്ങൾ കാണിച്ച് മറ്റുള്ളവർക്ക് ഇങ്ങനെ സംസാരിച്ച് നെഗറ്റീവ് പറയാൻ അവസരം ഇട്ട് കൊടുക്കുന്ന രേണു തന്നെയാണ്. ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് രേണു അതിന് പ്രതികരിക്കാൻ വന്നിട്ട് കാര്യമില്ല. എന്നിട്ട് ഈ അവസരങ്ങൾ ഇട്ട് കൊടുത്ത് അവർക്ക് ഇപ്പം ഈ പറയുന്ന എനിക്ക് പോലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അവസരം തന്ന രേണുവാണ്. ആ രേണു തന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ രേണു പറയാറുണ്ട് എന്നെ വിറ്റ് ജീവിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. രേണുവിനെ വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ രേണു വന്ന് പറയുന്നതുകൊണ്ടല്ലേ പറയുന്നത്, ഇല്ലേ പറയുമല്ലോ. രേണുവിൻ്റെ വീട്ടിൽ വന്ന് രഹസ്യമായിട്ട് ആരും വീഡിയോ വെച്ചെടുത്ത ഒരു കാര്യങ്ങൾ പറയാൻ വരുന്നില്ല. രണ്ടാമത് ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ടാണല്ലോ രേണുവിന് പോസിറ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും വന്ന് രേണു ഒരു പബ്ലിക്കിലേക്ക് കൂടുതലും വരുന്നത്. ഈ നെഗറ്റീവ് പറയുന്നത് കൊണ്ടാണല്ലോ. അത് തന്നെയാണ് രേണുവിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പറഞ്ഞിട്ടാണ്. അപ്പോ മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ നിങ്ങള് സമൂഹത്തിന്? ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല. എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു. അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്റെ കാര്യം, പേഴ്സണൽ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വിധവകളെ റെപ്രസെന്റ് ചെയ്താണ് രേണുസുതി മദ്യപിക്കുന്നത് എങ്ങും പറഞ്ഞിട്ടില്ല. രേണുസുതിക്ക് ഇഷ്ടം മാജിക് മൊമെന്റ് ആണെന്നും വല്ലപ്പോഴും ക്രിസ്മസിനോ ഓണത്തിനോ വല്ലപ്പോഴും കഴിക്കുമെന്ന് സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ തൊട്ട് കഴിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വിധവകളെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല രേണുസുതി മദ്യപിക്കുന്നത്. അങ്ങനെയല്ല രേണു അന്ന് പറഞ്ഞത്. രേണു അന്ന് അങ്ങനെയല്ല പറഞ്ഞത്. രേണുവിനോട് അവർ ചോദിച്ചു വെള്ളമടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേണു പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്നതാ കഴിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം രേണു പറഞ്ഞ ഞാൻ എന്നതായിരിക്കും കഴിക്കുന്നത് നിങ്ങൾ പറ എന്ന് പറഞ്ഞു അവരിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു ഇന്നാണ്, അതെങ്ങനെ മനസ്സിലായി എന്നും പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ രേണു, നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാൻ വീണ്ടും ഇതിനകത്തെടുത്തിടാത്തത് എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടത്, പിന്നെ എനിക്ക് എടുത്തിടാൻ ഇതേ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട അതെടുത്തിടാൻ താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെയാണ് രേണു പറഞ്ഞത്. അല്ലാതെ രേണു സുധിച്ചാനുള്ള സമയത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ മദ്യപിക്കുന്നൊക്കെ പറഞ്ഞ് പോലിക്കുന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ അതൊക്കെ പബ്ലിക്ക് വന്ന് ഇങ്ങനെ ഇതായിട്ട് ഇവരിപ്പോൾ ഒരു മീഡിയയുടെ ഒരു ഇതിൽ വന്നിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവർക്കത് നെഗറ്റീവായിട്ടേ വരുള്ളൂ, അല്ലാതെ പോസിറ്റീവായിട്ട് ആ നെഗറ്റീവ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവരതൊക്കെ കാണിക്കുന്നത്. അത് ഇവരുടെ എന്നാ ഫ്രണ്ട് ഷെബീനയോ പേര് ഞാൻ പിന്നെ എപ്പോഴും വിട്ടു. കാര്യം വെച്ചാൽ ഷെബീന ബീബി അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ പേരുള്ളത് ഞാൻ വിട്ടു. ഇടയ്ക്ക് ഇനി ഇവർ തന്നെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയാം. ആ പുള്ളിക്കാരി പറയുന്നുണ്ട്
ആ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, മീഡിയയുടെ മുന്നേ അവൾ അങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഇവർ പുറത്തേക്ക് പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ നെഗറ്റീവ് പറച്ചിൽ വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, ഇപ്പോൾ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട് രേണുവിനെ ഇഷ്ടപ്പെടുന്നത്. രേണു എന്നെ നെഗറ്റീവ് ചെയ്താലും രേണുവിനോട് അവർക്ക് കട്ട ആരാധനയാണ്, അങ്ങനെ ആരാധിക്കുന്നവരുണ്ട്. ആ ആരാധിക്കുന്നവർക്ക് ചിലപ്പോൾ കൊച്ചു പിള്ളേർ കാണും, പെൺപിള്ളേർ കാണും, പലരും കാണും. കാര്യം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നൊരു പ്രായക്കാരെന്ന് പറഞ്ഞ് രേണുവിനെ ആരാധിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. രേണു ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കും അതൊരിതാവുകയാണ് ചെയ്യുന്നത്. പല സിനിമകളിലും ഏതൊക്കെയോ എന്നുള്ളൊരു സിനിമയിൽ ആ നടൻ ചെയ്യുന്ന പോലെ ചെയ്യുന്നു ആൾക്കാർ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു സിനിമയിൽ സീൻ കട്ട് ചെയ്തവരെ ഓർക്കുന്നില്ല, കുറേ നാളൊക്കെ മുന്നെയാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതല്ലേ. നമ്മളിപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ മിക്കവരും തന്നെ ഇരിക്കാറുണ്ട്, അവരെ പോലെ കാണിക്കാറുണ്ട്, അവർ പറയുന്നിടത്ത് ഡയലോഗുകൾ പറഞ്ഞടക്കാറുണ്ട് ഇല്ലേ. അപ്പം അത് രേണു കാണിച്ചത് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം, സ്വന്തം കാര്യമാണെങ്കിൽ അത് സ്വന്തം വീട്ടിൽ വേണം കാണിക്കാനായിട്ട്, പുറത്തോട്ടല്ല ഇറക്കി വിടേണ്ടത്. ഒക്കെ വരുമ്പോൾ നമ്മൾ കസിൻസ് എല്ലാം കൂടി, നമ്മൾ പുറത്തുനിന്നല്ല കസിൻസ് എല്ലാം കൂടിയിട്ട് സന്തോഷമായിട്ട് വൈനും വോഡ്കയൊക്കെ കഴിക്കും. മാജിക് മൊമെന്റ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെ അതെ അതെ. ചേച്ചി ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട്? ഇതൊക്കെ പറയണോ? ഒരു 30. 30 എന്ന് പറയുന്നത് അളവല്ലേ? അത് തന്നെയാ പറഞ്ഞത്. ഗ്ലാസിന്റെ എണ്ണ ചോദിച്ചത്. അങ്ങനൊന്നും ഗ്ലാസിന്റെ എണ്ണ ഒന്നും പറയാനൊന്നുമില്ല. 30 എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം 30 തന്നെയാണ്. ഇതാണോ ഒരു വിധവ? ഇതാണ് ഒരു വിധവയെ പലരും വന്നടിക്കുന്ന ഒരു കമൻറ്റ് എന്ന് വെച്ചാൽ, അവരൊരു വിധവയല്ലേ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, കുഞ്ഞുങ്ങളെ വളർത്താനല്ലേ എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു, അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ ഏറ്റെടുത്തില്ലേ എന്ന് ചോദിച്ചു. ആ കുഞ്ഞിനൊരു അച്ഛനും ഉണ്ടായിരുന്നു ഇല്ലേ, അല്ലാതെ അമ്മയും അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ അല്ലേ രേണു ഏറ്റെടുത്തത്. അങ്ങനെ എത്രയോ വീടുകളിൽ ഉണ്ട്, എത്രയോ പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരു വീട്ടിലുണ്ട്, അവർക്ക് അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹമാണ് അവരുടെ ആ ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ കുഞ്ഞിനോട്. അങ്ങനെ എത്രയോ പേര് സ്നേഹിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ ഒരു നേഴ്സുണ്ട്, ഞാൻ അവർക്ക് അങ്ങനെയാണ് കമൻറ്റ് കൊടുത്തത്, നേഴ്സുണ്ട്, അവരുടെ 2 കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വളർത്തുന്നുണ്ടല്ലോ ഇല്ലേ. അത് ആരും വലിയ ഡിമാൻഡായിട്ടൊന്നും എടുക്കുകയൊന്നും വേണ്ട, അത് വലിയൊരു ഇതായിട്ടോ അവർ ഔദാര്യമായിട്ടൊന്നും എടുക്കേണ്ട. ആ കൊച്ചിൻ്റെ തന്ത ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സമയത്ത്, ഇപ്പോഴല്ലേ സ്തുതി പോയത്, ഇപ്പോൾ പോയെങ്കിലും രേണുവിൻ്റെ അടുത്ത് അല്ലല്ലോ ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രേണുവിനെ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പിന്നെ ഇതിനകത്തിപ്പം രേണു എത്ര സന്തോഷമായിട്ടാണ് കള്ള് കുടിക്കുന്ന കാര്യം വരുന്നത്. ഇവരുടെ ആ ഫ്രണ്ട് തന്നെ പുള്ളിക്കാരി പറയുന്നുണ്ട്, ചാനലുള്ള അവർ പറയുന്നുണ്ട്, രേണു ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, മറ്റുള്ളവരെ പൊട്ടരാക്കാൻ വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് വെറുതെ അല്ല, പൊട്ടരാക്കാൻ പറയുന്നതല്ല, ഇത് ശരിക്കും പുള്ളിക്കാരി കഴിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഇല്ലയെന്ന് പറയുന്നത്, അവർ കഴിക്കുന്നതുകൊണ്ട് എനിക്കൊരു വിഷയമില്ല, അവർ കഴിക്കാതിരിക്കട്ടെ, അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. ഇവരെ ന്യായീകരിക്കാൻ വരുന്നവരുടെ അടുത്തേക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരു വിധവ ഇങ്ങനെയാണോ? എല്ലാ വിധവകളും ഇങ്ങനെയാണോ? എല്ലാ വിധവകളും ഇങ്ങനെയാണോ കാണിക്കുന്നത്? പബ്ലിക്കിലേക്ക് വന്നേച്ച് ഞാൻ മദ്യപിക്കും, ഞാൻ എടുക്കും. ഇവരോടൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നിലവാരം അത്രയ്ക്ക് താഴെ ആയതുകൊണ്ടാണ്. ഇവർ പറയുന്നുണ്ടല്ലോ ഭയങ്കര സെലിബ്രിറ്റിയാണ്, മറ്റതാണ് മറിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ആരോടെങ്കിലും ആരും ചോദിക്കാൻ ചെല്ലും, ഇങ്ങനത്തെ എത്ര പെഗ് അടിക്കും. ഈ സിനിമാ ഫീൽഡിലുള്ള മിക്കവരും കള്ളു കുടിക്കുന്നവരുണ്ടെന്നുള്ള എത്രയോ പേർക്കറിയാം, മിക്കവരുടെയും കാര്യങ്ങൾ അറിയാം. അവരാരെങ്കിലും വന്ന് പബ്ലിക്കിൽ വന്ന് അവരോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ട് എത്ര പെഗ് അടിക്കും, എന്നാ ചെയ്യും, എടുക്കുക. മിക്കവരും കഴിക്കുന്നവരുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ മൊത്തം വെള്ളമടിക്കാരാണ്. ക്രിസ്ത്യാനികൾ മൊത്തം വെള്ളമടിക്കാരൊന്നുമല്ല, അതൊക്കെ സിനിമയിലും മറ്റുമൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ക്രിസ്ത്യാനികളെന്നോ ഹിന്ദുവെന്നോ ഒന്നുമില്ല വെള്ളമടിക്കുന്നതിന്. ഹിന്ദുക്കൾ എത്രയോ പേര് കള്ളു കുടിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അമ്മയുടെ ഫാമിലി തന്നെയുണ്ട് ആണുങ്ങൾ പോലും കള്ളു കുടിക്കാത്തവരുണ്ട്. അതേസമയം എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ കള്ളു കുടിക്കുന്നവരുണ്ട്. ഞാനൊരു ക്രിസ്ത്യനാണ്. ഞാനൊരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ കുറിയും തൊട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ അവിടെ ആണുങ്ങളെല്ലാം കള്ളു കുടിക്കുന്നവരാണ്, അവരെല്ലാം കഴിക്കുന്നവരാണ്. പക്ഷേങ്കിൽ എൻ്റെ അമ്മയുടെ കുടുംബത്തിലുള്ള ആണുങ്ങൾ ആരും കള്ളു കുടിക്കുകയില്ല. എൻ്റെ അമ്മച്ചമാരൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴുള്ള തലമുറയിലുള്ള പിള്ളേരൊന്നും അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അവരെ അഡിക്റ്റല്ല. അവരങ്ങനെയുള്ള എല്ലാ ആഘോഷങ്ങൾ വന്നാലും അവർ ബീർ പോലും കഴിക്കാത്തവരുണ്ട്. അതുപോലുണ്ട്. അല്ലാതെ ക്രിസ്ത്യാനികളെല്ലാം വെള്ളവടിയാണ് വിശേഷ ദിവസങ്ങൾ വരുമ്പോഴെന്നുള്ള രേണുവിൻ്റെ പറച്ചിൽ അത്ര ചില കോട്ടയംകാർ മൊത്തം കള്ളുകുടിയന്മാരാണോ? എനിക്കറിയത്തില്ല, കോട്ടയത്തുള്ളവർ പറയുക. ആദ്യം എന്താ പറയാ, മുകളിലേക്ക് ചേട്ടാ ചിയേഴ്സ് പറയും. സുധിച്ചേട്ടാ ഞാൻ എത്തിയെന്ന് പറഞ്ഞു, സുധിച്ചേട്ടാ ചിയേഴ്സ് ഒന്ന്. ചിയേഴ്സ്. നമ്മൾ ആദ്യം ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച്, ഒറ്റയ്ക്ക് ഏതായാലും മദ്യപിക്കത്തില്ലോ. ചിയേഴ്സ്. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. കണ്ടിട്ട്
രേണുവിൻ്റെ ആരാധകർക്കൊന്നും തോന്നുന്നില്ലേ? അവർക്കപ്പോൾ പറയായിരിക്കും നിനക്ക് എന്നാ അടിയെന്ന് ചോദിക്കും. അവളിങ്ങനെ കാണിച്ചാൽ നിനക്ക് എന്നാ, നീ നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന എന്നോട് പറയുമായിരിക്കും. പക്ഷേങ്കിൽ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത് പറയുമ്പം ആരും നെഗറ്റീവായിട്ട് എടുക്കണ്ട. രേണുവിൻ്റെ ഹസ്ബൻഡ് ഈ ലോകത്തുനിന്ന് പോയതാണ് ആ മനുഷ്യൻ. സുധിച്ചേട്ട എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന കണ്ടാൽ തോന്നുന്നു സുധിച്ചേട്ടൻ വേറെ എവിടെയോ ഉണ്ട്, ഗൾഫിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ ടൂറ് പോയേക്കോ എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത്. സുധി ഈ ലോകത്തുനിന്ന് പോയതാണ്. നമുക്ക് ആർക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വേർപെട്ട് പോയി നമുക്ക് എപ്പോഴും അതോർത്ത് കരഞ്ഞ് നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്. എപ്പോഴും അതോർത്ത് കരഞ്ഞ് നടക്കണമെന്ന് ഞാൻ ആരോട് പറയുന്നില്ല. ഇപ്പം എനിക്കാണെങ്കിലും എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട്. പക്ഷേ 24 മണിക്കൂർ ഞാൻ കരഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, എൻ്റെ ബാക്കി കാര്യങ്ങൾ കൊണ്ടുപോകണം. പക്ഷേ എൻ്റെ അമ്മയുടെ പേരും പറഞ്ഞ് ഞാൻ കളിയാക്കുന്ന രീതിയിൽ ഓരോന്നും കാണിക്കുമ്പോഴത്തേക്ക് അത് എത്രമാത്രം ഒരു ഇതുണ്ടെന്ന് പറയാം. ഇപ്പോൾ ചോദിക്കും സുധി അവിടെ കെട്ടിയവനല്ലേ നിൻ്റെ കെട്ടിയവനല്ലേ എന്ന് ചോദിക്കും. എൻ്റെ കെട്ടിയവനെ ഒരിക്കലും ഞാനിങ്ങനെ മോശക്കാരനാക്കാൻ ശ്രമിക്കത്തില്ല ആരുടെ മുന്നിൽ. എങ്ങനെ ചേച്ചി പറയും ഇതെല്ലാം ഇട്ടല്ലോ. ഫിനിഷ്. അപ്പൊ ശരി, ഓക്കെ. എത്ര കൂളായിട്ടിരുന്നാണ് ഇതൊക്കെ കാണിക്കുന്നത് ഇല്ലേ? ഇതൊരു മീഡിയയാണ്, പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇത് പോകുന്നതാണ് എന്ന്. അവർ ചോദിച്ചു ചേച്ചി ഒന്ന് മദ്യപിക്കുന്ന കാണിക്കാവോ എന്ന് ചോദിച്ചു. രേണുവിന് അന്നേരം പണ്ട് ഈ പെങ്കൊച്ചനെ രേണുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അന്ന് രേണുവിന് ഒരു മോശം വാക്ക് പറഞ്ഞതിന് രേണു വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചേച്ച് പോയതാണ് ഈ പെണ്ണിൻ്റെ അടുത്ത്. അന്ന് ചോദിച്ചു നിൻ്റെ വീട്ടിലുള്ളവരോട് നീ ഇതുപോലെ സംസാരിക്കൂടി എന്ന് ചോദിച്ചുകൊണ്ട് രേണു വെള്ളം കോരി ഒഴിച്ചേച്ച് പോയതാണ് ഈ പെണ്ണിൻ്റെ, ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെണ്ണിൻ്റേത്. ആ ഒരു വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ രേണുവിന് ഇത് താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ ചോദിക്കുമ്പോൾ രേണുവിനത് കാണിച്ചു കൊടുക്കാനും ഒക്കെ രേണുവിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് രേണു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഒരു വിധവയാണ് ഞാൻ ഇങ്ങനെ നിന്നാലേ മറ്റുള്ളവരുടെ മുന്നിൽ ഇല്ലെങ്കിൽ എൻ്റെ തലയിൽ കയറി നിരങ്ങൂ എന്ന് പറയുന്നത്. ഈ പണി കാണിക്കുന്നതുകൊണ്ടാണ് തലയിൽ കയറി ഇരുന്ന് നിരങ്ങുന്നത് എല്ലാവരും. അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തലയിൽ കയറി നിരങ്ങുന്നത്. അതേസമയം മാന്യമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തേച്ച് പോയാൽ ആരെങ്കിലും എന്നേലും പറയാൻ ചെല്ലുമോ? ആരും ഒന്നും പറയാൻ ചെല്ലത്തില്ല. രേണുവിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പോലും. രേണുവിനെ പറ്റി എന്നേലും ഒരു നെഗറ്റീവ് വന്നാൽ പോലും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ പോലും പറയുള്ളൂ. രേണുസുധിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ്, രേണുസുധി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്റെ പപ്പ മദ്യപാനം നിർത്തി, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യപാനം, എന്റെ പപ്പ. മനസ്സിലായോ? ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അത് ഞാനും കണ്ടായിരുന്നു, എതിരത്തോ കണ്ടായിരുന്നു. രേണു അടിക്കുന്ന കൂടിയ ബ്രാൻഡ്, രേണുവിൻ്റെ അപ്പൻ കഴിക്കുന്നത് കൂതറയത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, രേണു ഇപ്പോൾ വലിയ മദ്യത്തിൻ്റെ പേരും വോഡ്കാന്നും മറ്റതും മറിച്ചതും ഒക്കെ പറയുന്നുണ്ട്. ഈ രേണുവിന് 500 രൂപയ്ക്ക് വരെ തെണ്ടിയിരുന്നൊരു സമയമുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്തും രേണു ഇതൊക്കെയായിരുന്നോ അടിച്ചിരുന്നത്? ഇതൊക്കെയായിരുന്നോ കഴിച്ചിരുന്നത്? സ്വന്തമായിട്ട് വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു രേണുവിന്. ആ സമയത്തും ക്രിസ്മസും ഈസ്റ്ററും ഓണവും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തും ഇതൊക്കെയായിരുന്നോ കഴിച്ചിരുന്നത്? രേണു ഇപ്പോൾ പറയുന്നത് കേട്ടാൽ ജനിച്ചപ്പോൾ മുതൽ ഈ വോഡ്ക ഇതിനകത്തൊക്കെ കിടന്നങ്ങ് നീന്തി തുടിച്ച് വന്ന ആളാന്ന് തോന്നും കേട്ടാൽ. അങ്ങ് ഭയങ്കര ഒരു, എനിക്കറിയാമല്ലോ ഇതൊക്കെ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന കേൾക്കുമ്പോഴാണ് പുള്ളിക്കാരുടെ വിവരം എന്തോരുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഇത് കഴിഞ്ഞേച്ച് രേണുവിനോട് ചോദിക്കുന്നുണ്ട്, രേണുവിൻ്റെ അപ്പൻ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് രേണു ഇങ്ങനെ കഴിക്കുന്നതിന് അപ്പൻ എതിർക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഒന്നും പറയാറൊന്നുമില്ല. പിന്നെ ഈ പപ്പമാരുടെ അമ്മമാരുടെ മുൻപിലാണോ നമ്മൾ അടിക്കുന്ന കസിൻസ് എല്ലാം? എനിക്കറിയത്തില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോട്ടയംകാർ അല്ലെങ്കിൽ അച്ചായന്മാരൊക്കെ എല്ലാരും കഴിക്കുന്നതാണ്, വീട്ടിലുള്ളവരെല്ലാരും ഒരുമിച്ച്. എന്നാലും പപ്പാമാരൊന്നും, എന്നാലും എത്ര കസിൻസ് ആണെങ്കിലും വീട്ടിലുള്ളവരാലും നമ്മൾ മുതിർന്നവരുടെ മുന്നൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. മുതിർന്നവരുടെ മുന്നിലിരുന്ന് കഴിക്കാറുന്ന ഒരു കാര്യം. രേണുവിൻ്റെ അപ്പൻ എതിർക്കുകയല്ലേ, ഈ സുധി ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ സുധിയുള്ള സമയത്ത് അവർ അപ്പനൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ ഭർത്താവ് പറയുന്നത്, അവരുടെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിനായിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ അപ്പന് ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. കാര്യം അപ്പൻ്റെ കൂടാണ് താമസിക്കുന്നത്. പിന്നെ അപ്പൻ്റെ മുന്നിൽ വെച്ച് കള്ള് കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പബ്ലിക്ക് വന്ന് പറയുന്നൊന്നും അപ്പം കാണുന്നില്ലേ? ഇല്ലേ? ഈ കള്ള് കുടിച്ച് കാണിക്കുന്ന പോലും അപ്പം കാണുന്നില്ലേ? പിന്നെ ആ വീടിൻ്റെ തിണ്ണേ നിന്നാണ് പറഞ്ഞത്, ക്രിസ്മസിനൊക്കെ ഞാൻ ഏതാ കഴിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കച്ചപ്പം അന്നേരം അപ്പൻ ആ പെരയ്ക്കകത്തില്ലായിരുന്നു, കേട്ടില്ലായിരുന്നു. ഇതുപോലെ വാ തുറന്നോണ പറയുന്നൊരു പെണ്ണുമ്പുള്ള ഇവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇവരെ പോലെ കണ്ടിട്ടില്ല. സത്യം, ഇവർ വാ തുറക്കുന്നതാണ്. ഇവർ പറഞ്ഞില്ല ഇവർ ഉള്ളിലൊന്നും ഇരിക്കുകയല്ല, ഇവർ സത്യസന്ധത പുറത്തു വന്നതെന്ന്. ഒരിക്കലുമല്ല, ഇവർ നോണയുടെ ഒരു കൂമ്പാരമാണ് ഇവർ. പൊട്ടിപ്പുറപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്മസിന് രേണുസുധി കഴിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും നിൽക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് തുറന്ന് പറഞ്ഞു, ഞാൻ വല്ലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. കാരണം
ഇപ്പോഴെന്നല്ല സുധിച്ചേട്ടനുള്ളപ്പോഴും നമ്മൾ ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ ചെറുതെന്തെങ്കിലും കഴിക്കും, ബിയറൊക്കെ കഴിക്കുന്ന. ഇതെന്ത് മാന്യമായിട്ടുള്ള മറുപടിയാണ്? ഇവർക്ക് അന്ന് അങ്ങനെ പറയാമായിരുന്നല്ലോ, ഞാൻ വല്ലപ്പോഴും ബീറൊക്കെ ഒരു ഇച്ചിരി കഴിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരെ ഇത്രയും വലിച്ചു കീറി ഒട്ടിക്കലായിരുന്നു. ഇവർ കുടിച്ചതിന് എടുക്കുന്നതിന് ഇവരുടെ വർത്തമാനവും സ്റ്റൈലുമാണ് ഇവരെ റിയാക്ഷൻ വീഡിയോക്കാർ ഇത്രയും വലിച്ച് എട്ടിച്ചെടുക്കുന്നത്. അല്ലാതെ ഇവർ ഈ കുടിക്കുന്നത്, ഇവർ കുടിച്ചെടുത്ത് ആർക്ക് പോയി? ഇവർക്ക് പോയി. ഇവർ കള്ള് കുടിച്ച് ഇവർ അങ്ങനെ സംഭവിച്ചു പോയാൽ ആ കൊച്ചിന് ആരും ഇല്ലാതായി ഇപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവർ കള്ള് കുടിക്കാതെ ഇവരുടെ ശരീരം നോക്കി നടന്നാൽ ഇവർക്ക് കൊള്ളാം. അത് ഇവർ കുടിക്കരുതെന്ന് നമുക്കൊരു വിഷയമില്ല. കഴിഞ്ഞാൽ ആദ്യം വന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. ഒരു കൈ അടിച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല, 2 കൈ കൂട്ടി അടിച്ചാലും ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോഴല്ലേ അവർ വീണ്ടും വീണ്ടും എടുക്കുന്നത്, പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാ എനിക്ക് ദേഹത്തേക്കും, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഈ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു, ഒരു തമ്പലിനോ. ഇതില് രേണു പറയുന്നുണ്ട് ഒരു കൈ കൊണ്ട് അടിച്ചാലല്ലേ ഒച്ച കേൾക്കുള്ളൂ. പക്ഷെ രേണു ആണ് ആദ്യം ഒരു കൈ അടിക്കാണ്ട് ഇങ്ങനെ വീശി തരുന്നത്. ആ വീശി തരുമ്പോഴത്തേക്ക് എതിരെ നിൽക്കുന്നവർ ആ കൈ കിട്ടാൻ കൂട്ടുന്നു, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. അതേസമയം രേണു ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും, അതിൽ അവരും കൈ കൊട്ടാൻ വരും. കൈ കൊട്ടാൻ വന്നു വെച്ച് കഴിയുമ്പോഴത്തേക്ക് രേണു അവർക്ക് വീണ്ടും കൈ കൊട്ടാനായിട്ട് റിപ്ലൈ ആയിട്ട് കൊടുക്കും. ഇതാണ് രേണുവിൻ്റെ പറിച്ചെടുത്ത് ആദ്യം ഒന്ന് കല്ലെടുത്തെറിഞ്ഞു, അങ്ങനെ ചെയ്തിങ്ങനെ. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കുന്ന എല്ലാവരും പുണ്യത്തിനൊന്നും അല്ല തുടങ്ങിയേക്കുന്നത്. ആരും പുണ്യത്തിന് തുടങ്ങിയേക്കുന്നതല്ല. എല്ലാവർക്കും ഇതിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ്. ആർക്കും ഏതൊരു മനുഷ്യനും പൈസ കിട്ടിയാലും പുളിക്കത്തില്ലല്ലോ. ഏതൊരു മനുഷ്യന് പൈസ, ഈ പറയുന്ന രേണുവിനാണെങ്കിൽ പോലും പൈസ കിട്ടിയാൽ പുളിക്കത്തില്ലല്ലോ. രേണുവിന് വലിയ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി രേണു കാണിക്കുന്നത്, അതിലൂടെ രേണുവിന് ഇങ്ങനെ എപ്പോഴും ഫെയിമായിട്ട് നിൽക്കാനാണ്. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതും ഏത് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടാലും അത് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണ്, അത് കയറി പോകാൻ വേണ്ടി തന്നെയാണ്. അല്ലാതെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ചോദിക്കാറുണ്ട്, രേണുവിനെ പറയും യൂട്യൂബ് ചാനലുകാർ എന്നെ കൊണ്ട് ജീവിക്കുന്നു. രേണു വരുന്നതിന് മുന്നേ തൊട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവരുണ്ടല്ലോ, അപ്പോൾ അവരൊന്നും ജീവിച്ചിരുന്നില്ലേ? എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ചാനൽ തുടങ്ങുന്നതും അതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നതും എല്ലാം. ഒരു വരുമാനം അതെല്ലാവരും ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെങ്കിലും ഇവരൊക്കെ അവസരം തന്നു കഴിയുമ്പോൾ അതെടുത്ത് പുറത്തേക്ക് ഇടുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി, ഞാൻ പറഞ്ഞ പേര് മതി, ഇപ്പോൾ രേണു തന്നെ പേര് പറയും, അന്നേരം നിങ്ങൾക്ക് കേൾക്കാം. അപ്പം രേണു പറഞ്ഞിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ഒരു സപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം വരാം. എല്ലാരും അങ്ങനല്ലടാ, കുറേ നല്ല ആൾക്കാർ, സജിന ചേച്ചി അതുപോലെ കുറച്ച് പേരുണ്ട് കേട്ടോ എനിക്ക് അനുകൂലമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് മറ്റാളുകൾ ഇവരാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് രേണു പറയുന്നുണ്ട്. അപ്പം ഇവരുടെ ചാനലിലൂടെ തന്നെ രേണു ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറച്ച് നാൾ മുമ്പേ വന്നതാണ്. പക്ഷെ അതിപ്പോൾ ഫേസ്ബുക്കിൽ വീണ്ടും റീഎൻട്രി ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയാണ് അത് കണ്ടത്. നേരത്തെ വന്നതാണ്, നേരത്തെ ഒരു വീഡിയോ ആണ് അത്. ഇതിന് വീഡിയോ അതിൽ ഷെയർ ചെയ്താണോ അതോ ഇവർ തന്നെ ഇനി ഇട്ടതാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനത് ഫേസ്ബുക്കിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് അതിനകത്ത് വന്നേക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ വന്നേക്കുന്ന നെഗറ്റീവ് കമൻറ്റ് എന്ന് പറഞ്ഞാൽ രേണു ഒരു 10 വായുണ്ടെങ്കിൽ രേണുവിന് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. രേണു എത്ര കിടന്ന് രേണുവിന് മിണ്ടാതെ മുലക്കിരിക്കുക, അതുപോലുള്ള നെഗറ്റീവ് കമൻറ്റാണ് രേണുവിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ സൈഡിലൊന്ന് വെക്കാം. വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം, ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണു സുധിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ, ബിഷപ്പല്ലേ ബിഷപ്പാമ്പ്, അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ആ സ്റ്റേഷന്റെ ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടോ, ആ ബിഷപ്പിനെ പറഞ്ഞാണ് ബിഷപ്പാമ്പെന്നാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ 7 സെൻറ്റ് സ്ഥലം ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് പെര വെക്കാനായിട്ട് അദ്ദേഹം ആ മനസ്സായിട്ട് കൊടുത്തത് കൊണ്ടല്ലേ, ഇല്ലേ? ഒരു കിടപ്പാടം പോലും 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാതിരുന്നിടത്ത് ആ 7 സെൻറ്റ് സ്ഥലം കൊടുത്ത് അതിലൊരു വീട് വെക്കാൻ എടുത്ത് ആ ഒരു മനുഷ്യനെയാണ് പറഞ്ഞത്. ഈ ഒരു പറഞ്ഞതിന് എവിടുന്നെങ്കിലും ഇതിനൊരു പണി കിട്ടാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുക, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ആയി എന്നൊരു തോന്നലാണ്. അഹങ്കരിച്ച് അങ്ങ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ആ ചേച്ചിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ചേച്ചിയുടെ ചാനലിനകത്ത് വന്നേക്കുന്നതാണിത്. ചേച്ചിയുടെ ചാനലിനകത്ത് വന്നിട്ടുണ്ട് ഈ തെരുവിളി മൊത്തം കേൾക്കുന്നത് രേണു. ഇനി ഇത് കുറച്ചും കൂടെ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നീണ്ടു പോകും തോന്നുന്നു വീഡിയോ. കാര്യം ഇതൊരു കുറച്ച് കാര്യങ്ങളുടെ രേണു പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ എത്ര ആഘോഷമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം, റിയാക്ഷൻ വീഡിയോക്കാർക്കും ഇട്ട് കൊടുക്കുകയാണ്. അതെടുത്ത് വെച്ച് അവർ പെരുമാറുന്നു. ജോലി കൂലി
ജോലി പറഞ്ഞ ഫിയാൻസിയുടെ ഉമ്മയും വാപ്പ അയാളെ വെട്ടിക്കൊല്ലും മറ്റേ കേട്ടോ, ഉമ്മയും വാപ്പയും എന്നൊക്കെ മുസ്ലിം ആണ് ഉറപ്പിച്ചേക്കുന്നത്. അപ്പൊ ചേച്ചി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അല്ലെങ്കിൽ ചേച്ചി ഇപ്പം മറ്റേ ഒലക്കപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാന്ന് പറയും. ഒലക്ക എന്താ തേങ്ങ, ആ തേങ്ങ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ചേച്ചി ഒരു സ്നേഹിക്കുന്ന ഒരു ഇക്കാനെയാണോ, ഉമ്മച്ചിക്കുട്ടി ആവാനുള്ള പ്ലാനാണോ? ഓ, ഞാൻ 2-3 റീൽ ഇട്ടായിരുന്നു തലേ തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നു. പൊന്നെ, തട്ട വിട്ട ഉടനെ അത് മുസ്ലിം പയ്യനെ ആവൂ. അറിയാൻ പറ്റും, ചിലപ്പോ ചേഞ്ച് ആർക്കും. എന്നാ ഞാൻ മതം മാറുമെന്ന് പറയുമല്ലോ ആൾക്കാര്. നിങ്ങളുടെ മെയിൻ സ്ട്രീം, ഞാനൊരു സത്യം പറയട്ടെ, അല്ല ഒരു കാര്യം പറയട്ടെ, ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ജീവനോടുണ്ടെങ്കിൽ, എനിക്കൊരു കാമുകനുണ്ടെങ്കിൽ ഈ മെയിൻ സ്ട്രീം വണ്ടിന്റെ മുന്നിൽ മാത്രമേ ഞാനിത് അത് എന്റെ മുന്നിൽ പറയത്തുള്ളൂ. ആമിനയുടെ മുന്നിൽ മാത്രമേ ഞാനിത് ഓപ്പൺ ആക്കത്തുള്ളൂ. ഇപ്പോഴില്ല, സമയമാകട്ടെ. അതിനു വേണ്ടി എത്ര കാമുകനെ കുറിച്ച് പറഞ്ഞപ്പോൾ രേണുസുതി കാണിച്ചത് ഇങ്ങനെ, അത് തീരെ സാധനം. കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുതേ, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട് കിട്ടി, കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇത് മതി കേട്ടാ, നമുക്കിത് മതി. ഇത് കട്ട് ചെയ്യില്ല. എന്ത് വിധി തന്നെ വായിന്ന് തന്നെ വല്ലാത്ത ചതീത്. ഇതാണോ നിങ്ങളൊക്കെ പറയുന്ന വിധവ? ആണോ? ഇവര് തന്നെ ഇട്ട് കൊടുക്കുവാണ് ഇവർക്ക് കാമുകനുണ്ടെന്നും. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനൊരു സംഭവം പോലും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. ഇനി അറിയാനൊക്കത്തില്ല, എൻ്റെ ഒരു ഇത് വെച്ച് പറഞ്ഞാൽ ഇവർ ചുമ്മാ ഇങ്ങനെ നെഗറ്റീവ് വരാൻ വേണ്ടി പറയുന്നതാണോന്ന് എനിക്കറിയത്തില്ല. ഇവർ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതാണോ നിങ്ങളൊക്കെ പറയുന്ന വിധവ? നിങ്ങൾ ഇവർക്ക് വേണ്ടിയാണോ മറ്റുള്ളവരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുജനങ്ങളോട് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഇവർക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയല്ലേ എന്ന് ചോദിച്ചു. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു പുരുഷനാണെങ്കിൽ ആ അനങ്ങാൻ പോകത്തില്ല, എവിടെയെങ്കിലും പോട്ടെ നിൽക്കുക. സ്ത്രീകളെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ സ്ത്രീകളെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയാണ് ഇവർ കിടന്ന് കാണിക്കുന്നത്. മൊത്തത്തിൽ സ്ത്രീകളെ മുഴുവനായിട്ട് കളിയാക്കുന്ന രീതിയാണ് കിടന്ന് കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ അഹങ്കാര വർത്തമാനം. ഇതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ്. ഒരു ജെന്യുവനായിട്ടൊരു കമൻറ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് എടുക്കാമെന്ന് വിചാരിച്ചത്. രേണുവിനോട് വെറുപ്പ് ഒന്നുമില്ല, ചിലപ്പോൾ ഭർത്താവിൻ്റെ മരണം ആഘോഷമാക്കി മാറ്റാറുണ്ട്, അതാണ് വിഷമിക്കുന്ന കാര്യം. മറ്റൊരു ലൈഫ് തുടങ്ങുന്നത് തെറ്റൊന്നും അല്ല. എന്നാലും സുധിച്ചേട്ടൻ്റെ മരണത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഉള്ള ചിരി സ്റ്റോപ്പാക്കിയാൽ മതിയെന്ന്. ശരിയല്ലേ? മറ്റൊരു വിവാഹത്തെ പറ്റിയോ അവർ വിവാഹം കഴിക്കുകയോ പ്രണയിക്കുകയോ ഒക്കെ, അവരൊരു മനുഷ്യ സ്ത്രീയാണ്, അവർക്ക് പ്രണയിക്കാം, അവർക്ക് ഒരു ജീവിതമുണ്ട് മുന്നോട്ട്. പക്ഷേ ഇവർക്കൊരു വിവാഹം കഴിക്കാം. ഭർത്താവിനോർത്ത് ഇവർ സുധിയെ എത്ര ശരിയായിരിക്കും, ഇവർ സുധിയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്നും പറഞ്ഞുകൊണ്ട് അവർ എന്നും വിധവയായിട്ട് കഴിയണമെന്നില്ല. അവർ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ അവർ സ്നേഹിച്ചിട്ടില്ല എന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അവർക്കൊരു ജീവിതമാണ്, അവർക്ക് 2 ആമ്പിളേരാണ് ഉള്ളത്. ആ കുഞ്ഞുങ്ങളൊരു ജീവിതം തേടി പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകും ചിലപ്പോൾ. നമുക്ക് പ്രായമായി കഴിയുമ്പോഴാണ് ഒരു തുണ കൂടുതലും വേണ്ടത്. ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നടക്കാനായിട്ട് ആരുടെ സഹായം വേണ്ട. ഒരു പ്രായമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വയ്യാഴിക വന്നു നമ്മളൊന്ന് കിടക്കുമ്പോഴത്തേക്ക് ഒന്ന് ചുമയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തിടാൻ കൂടെ റൂമിൽ ഒരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു ഭർത്താവിന് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് മാത്രമേ തുണയായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കേണ്ടെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. അവർ ഇപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം, അത്രേ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഈ സമയമൊക്കെ കഴിഞ്ഞങ്ങ് പോകും, ഈ ആരോഗ്യ സമയങ്ങളൊക്കെ കഴിഞ്ഞങ്ങ് പോകും. ഓരോ വർഷം കഴിയുന്നതോറും പ്രായമാകും, കുട്ടികൾ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും. അങ്ങനെ അവർക്കൊരു ജീവിതം നോക്കാം. അത് ഒരിക്കലും തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷേ ഭർത്താവിൻ്റെ മരണം ഒരു ആഘോഷമായിട്ട് എടുക്കുന്ന കാണുമ്പോഴത്തേക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ആരെങ്കിലും ചോദിക്കും, സുധി അവരുടെ കെട്ടിയവനല്ലേ നിൻ്റെ കെട്ടിയവനല്ലേ എന്ന്. അങ്ങനെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇതിലൊരു കമൻറ്റ് വിടാനായിട്ടുള്ള യോഗ്യതയില്ല. കാര്യം അവരുടെ കാര്യത്തിന് നിങ്ങൾ അഭിപ്രായം പറയാൻ പറ്റുന്നത് തിരിച്ചങ്ങോട്ടും ചോദിക്കാം നമുക്ക്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം നമുക്ക്.